ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിൽ കലക്ടറേറ്റിന് മുന്നിലുമാണ് സമരം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും, കോഴിക്കോട് നിന്ന് വിനേഷും, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, MM ഹസനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. എപ്പോഴാണ് ആരംഭിക്കുക? വിവരങ്ങൾ. 4 മണിക്ക് തുടങ്ങുന്നതായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും അല്പം കൂടി വൈകിയിരിക്കുന്നു. ഏതായാലും MM ഹസൻ UDF കൺവീനർ MM ഹസൻ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പ്രവർത്തകരുടെ അല്ലെങ്കിൽ കക്ഷി നേതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ പ്രതിനിധികൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ വരെ ഈ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാനമായ രീതിയിൽ തുടരും. രാവിലെ 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യങ്ങളുടെ തിരക്ക് ഏറിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ സമരത്തിൽ. അതായത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ നിരവധി പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ മറ്റൊരു വഴിയായി മറുവശങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം MM ഹസൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശരി, ഡാൻ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിൽ എങ്ങനെയാണ് ഈ രാപ്പകൽ സമരം തീരുമാനിച്ചിരിക്കുന്നത്? വിജയത്തിലെത്തിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് രാത്രിയും നാളെയും ഈ പരിപാടികൾ അവസാനിക്കുന്നത് വരെ അധർമ്മകാരികളായ അധികാരികളായ വിവരങ്ങൾ. ധന്യ, UDFന്റെ രാപ്പകൽ സമരം എറണാകുളത്ത് പുരോഗമിക്കുകയാണ്. എറണാകുളത്ത് ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. UDF നേതാവ് CP ജോൺ ആണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇതിൽ ജില്ലയിലെ UDF നേതാക്കൾ, പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ MLA-മാര്, ജില്ലയിൽ നിന്നുള്ള UDFന്റെ MLA-മാരടക്കം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. പ്രധാനമായും തന്നെ ഇപ്പോൾ CP ജോൺ സംസാരിക്കുന്നത് ഈ നികുതിയുടെ പേരിൽ കൂടുതൽ വരുന്ന അധിക ബാധ്യത, ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരിതവും പ്രശ്നങ്ങളും എല്ലാമാണ് പ്രധാനമായും തന്നെ നേരത്തെ സംസാരിച്ചു ഇപ്പോൾ സംസാരിക്കുന്നതുമായ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ വരെയാണ് ഇത് രാപ്പകൽ സമരം നീണ്ടു നിൽക്കുക. പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം എറണാകുളം കളക്ടറേറ്റ്, കാക്കനാട് കളക്ടറേറ്റിന് സമീപമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഇന്ന് ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം മറ്റ് ജില്ലാ ഭാരവാഹികളെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയാണ്. നന്ദി ഡാനി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കൈ പൊക്കി പിടിച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം മുൻകരുതൽ അറസ്റ്റ് എന്ന പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഈ കരുതൽ തടങ്കൽ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുള്ളതാണ്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ നടത്തുന്നത്? മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്തരം ഭയം? അദ്ദേഹം ഏത് ജില്ലകളിൽ പോയാലും, ഇന്നലെ ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസ് യോഗം, ഒരു ഹോളിൽ. ആ യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ ചെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവിടെ യോഗം ചേരാനുള്ള അവകാശം നിഷേധിച്ചിട്ടുണ്ടോ? യോഗം ചേരാൻ പാടില്ലേ? അതായത് മുഖ്യമന്ത്രി കുറേ കഴിയുമ്പോൾ, 2 മണിക്കൂർ കഴിയുമ്പോൾ ആ വഴിയിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗം ചേർന്നുകൊണ്ടിരുന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ ബലമായി പിടിച്ച് പോലീസ് കൊണ്ടുപോയത്. ഇനി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ പാടില്ലെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കരിങ്കൊടി ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളമാണ്. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിലാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നടത്തിയ സമരം നിയമസഭയ്ക്ക് പുറത്താണ്. തീർച്ചയായും മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കും. ഒരു കല്ലുപോലും എടുത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും.
ഒരു കല്ല് പോലും CPM ആണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞ ആളാണ്. ഒരു കല്ല് പോലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ എറിഞ്ഞിട്ടില്ല. വഴിയരികിൽ നിന്ന് ഒരു കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നതിനെ പോലും എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി മാത്രമേ പ്രതിപക്ഷത്തിന് അറിയൂ കേരളത്തിൽ. അങ്ങനെ സത്യാഗ്രഹ സമരം മാത്രം അറിയാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷത്തിനെ ഭയപ്പെട്ട് എന്തിനാണ് 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്? ആരെ പേടിച്ചിട്ടാണ്? പിന്നെ ഇന്നലെ പറഞ്ഞു BJPയും കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് സമരം നടത്തുന്നതെന്ന്. ഇത് പഴയ ഓർമ്മയെ പറഞ്ഞതാണ്. അത് നമ്മുടെ സോളാർ കേസിലും ബാർക്കോഴ കേസിലും പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ട് BJPയുമായി ഒരുമിച്ച് ചേർന്ന് സമരം നടത്തിയതിൻ്റെ ഓർമ്മയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ BJP ആയിട്ട് ചേർന്ന് ഒരു സമരവും നടത്തിയിട്ടില്ല. BJP ഇട്ടൊരു സമരം സർക്കാരിനെതിരെ കാര്യമായി നടത്തുന്നുമില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അത് പ്രകടിപ്പിച്ചു. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഞങ്ങൾ ശ്രമിച്ചു. അത് കേരളത്തിൻ്റെ ഇക്കോണമിയെ, കേരളത്തിൻ്റെ ഭാവിയെ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗൗരവതരമായി ബാധിക്കുന്ന, അതിനെ പാളം തെറ്റിക്കുന്ന നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ജപ്തി നോട്ടീസുകൾ കേരളത്തിൽ പ്രവഹിക്കുകയാണ്. ഒരു ബജറ്റ് പുറത്തിറക്കുന്നതിന് മുമ്പ് അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം കേരളത്തിൽ അന്വേഷിക്കണം. ഇപ്പോൾ ആത്മഹത്യകൾ പെരുകുകയാണ്. സർക്കാർ കടക്കണിയിലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് എന്തിനാണ് ഒരു സാക്ഷരതാ പ്രേരക 6 മാസമായി ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? ജപ്തി നോട്ടീസുകൾ ഉള്ളതുകൊണ്ട് ആളുകൾ ആത്മഹത്യയാണ്, കർഷകർ ആത്മഹത്യയാണ്. മുഖ്യമന്ത്രി കർഷക യോഗം അഭിസംബോധന ചെയ്യാൻ കോട്ടയത്ത് വന്നിരിക്കുക. UDFന് ബദൽ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു 400 കോടി രൂപ കാർഷിക കടാശ്വാസ കമ്മീഷൻ കൊടുക്കാനുള്ളത് പ്രഖ്യാപിക്കണം. സർക്കാർ പറഞ്ഞ 170 രൂപ റബ്ബറിനെന്നുള്ളത് 250 രൂപ താങ്ങുവിലയായി റബ്ബറിൻ്റെ വർദ്ധിപ്പിക്കണം. അതുകൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ആസിയാൻ കരാർ നോക്കാനാണ്. ആസിയാൻ കരാർ നോക്കിയ ഈ പറഞ്ഞ കാർഷിക കടാശ്വാസ കമ്മീഷനിൽ അവർ നിശ്ചയിച്ച ഈ 400 കോടി രൂപയുടെ ആദായം കിട്ടുമോ? ആളുകളുടെ ആധാരം കോടതിയിലിരിക്കുകയാണ്, ബാങ്കുകളിലിരിക്കുകയാണ്. ഈ പൈസ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ഈ പണം കൂടി കിട്ടിയാലാണ് ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അത് 400 കോടി കൊടുക്കാൻ കാശില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കാശില്ല, ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ കാശില്ല. മുൻകാല പ്രാബല്യത്തിൽ അവരുടെ വേതനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംസ്ഥാനത്തിൻ്റെ സ്ഥിതി. എന്നിട്ട് ആളുകളെ ഭയപ്പെടുത്തി കരുതൽ തടങ്കൽ, അറസ്റ്റ്. എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു പെൺകുട്ടിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നടുറോഡിലൂടെ വലിച്ചു കൊണ്ടുപോയത്. ഇത്തരം ധിക്കാരങ്ങളൊന്നും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ രീതിയിലാണ് പോലീസിനെ കൊണ്ട് ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങളും അതുപോലെ തന്നെ പ്രതികരിക്കും. പേടിച്ചോടി ഭയപ്പെട്ട് കരുതൽ തടങ്കലുണ്ടാവും, അറസ്റ്റുണ്ടാവും, റിമാൻഡ് ഉണ്ടാവും. 100 കണക്കിന് കേസുകളാണ് എടുക്കുന്നത് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിപക്ഷ പ്രവർത്തകർ ഇപ്പോൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. സമ്മർദ്ദം ചെലുത്തുകയാണ്. സമരം ചെയ്താൽ ഇയാളെ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്, തനിക്കെതിരായി നടക്കുന്ന സമരമാണ്, മാവോയിസ്റ്റുകളാണ് അതിൻ്റെ പുറകിൽ, അർബൻ നക്സലൈറ്റ് ആണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഭയം കൊണ്ട് ഭരിക്കുന്ന ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാലടിയിൽ മരുന്ന് വാങ്ങാൻ പോയ പാർക്ക് ചെയ്ത വണ്ടിയെ പേടിപ്പിക്കുക, പോലീസ് പേടിപ്പിക്കുക, കട ഉടമയെ പേടിപ്പിക്കുക, അവൻ്റെ കട അടപ്പിക്കുക. ഇതിൻ്റെ വെള്ളരിക്കപ്പെടണം കട അടപ്പിക്കാൻ. മുഖ്യമന്ത്രി പോലീസും വിചാരിച്ച വന്ന് കട അടപ്പിക്കാൻ പറ്റുമോ? മരുന്ന് വാങ്ങാൻ പോയ കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പോലീസ് സമ്മതിച്ചില്ല. മുഖ്യമന്ത്രി വഴി കൂടി യാത്ര ചെയ്ത് ആ വഴി മുഴുവൻ ക്ലിയർ ചെയ്ത് ഒരാളെ കാണാൻ പാടില്ല എന്നുള്ള. കുറേ നാൾ അദ്ദേഹത്തിന് കറുപ്പിനോടായിരുന്നു ദേഷ്യം, കുറേ നാൾ. ഇപ്പോൾ വെളുത്ത വസ്ത്രം കണ്ട ഏത് കോൺഗ്രസ്സുകാരനങ്ങാൻ വഴി കൂടി യാത്ര ചെയ്താൽ അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നേരത്തെ. കാരണം നാളെ മുഖ്യമന്ത്രി വരണമെന്നാണ് പറയുന്നത്. ഇതിൽ കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറുകയാണ്. വിജനമായ വഴികളിലൂടെ, ജനങ്ങളെ കാണാതെ വിജനമായ വഴികളിലൂടെ യാത്ര ചെയ്യുള്ളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ്. വിജനമായ വഴി, ഒരാൾ പോലും അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിലുണ്ടാകാൻ പാടില്ല. വഴിയിലൊരു പോസ്റ്റിൻ്റെ താഴെ പോലും ഒരാൾ, ബസ് കാത്തു പോലും നിൽക്കാൻ പാടില്ല ഒരാളും എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. എവിടെയാണ് കേരളത്തിൻ്റെ സ്ഥിതി? എവിടെ എത്തി നിൽക്കുകയാണ്? എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പേടി? ആരെയാണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു കല്ല് പോലും അദ്ദേഹത്തെ വലിച്ചെറിയില്ല. അല്ല, അത് തീരുമാനിക്കും ഇപ്പോൾ എല്ലാ ഘടകകക്ഷികളും അവരവരുടെ സമരങ്ങൾ, യുവജന സംഘടനകൾ, അതുപോലെ മഹിളാ സംഘടനകൾ എല്ലാം അവരവരുടേതായ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPCC നാളെ രാത്രി ചേരുന്ന യോഗത്തിൽ അടുത്ത സമരപരിപാടി
തീരുമാനിക്കും. അതുപോലെ UDF അടുത്ത സമരപരിപാടി തീരുമാനിക്കും. ഘടകകക്ഷികൾ എല്ലാവരും, യൂത്ത് ലീഗ് ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവരെല്ലാം സമരരംഗത്താണ്. ഈ GST നടപ്പാക്കിയപ്പോണ്ടായ നഷ്ടപരിഹാരം കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ് ഇത്രയും നികുതി വർദ്ധിപ്പിക്കേണ്ടി വന്നതാണ് ഔദ്യോഗിക വിശദീകരണം. അത് അത്രമാത്രം വലിയ സാമ്പത്തിക ഇല്ലില്ല. GST കോമ്പൻസേഷൻ ഈ നമ്മുടെ മഹാമാരിയുടെ കാലത്ത് മാത്രമാണ് വൈകിട്ടുള്ളത്. ഇപ്പം ആകെ ബാക്കിയുള്ള അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 750 കോടി രൂപ താഴെ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ പണവും കിട്ടിക്കഴിഞ്ഞു. മുഴുവൻ പണം ധനകാര്യമന്ത്രി തന്നെ നിയമസഭയിൽ എന്നോട് സമ്മതിച്ചതാണ്. ഇവർ പറയുന്നത് കള്ളത്തരമാണ്, ശരിയായ വസ്തുതകളല്ല. അതായത് ഇവരൊരു ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുകയാണ്, അതായത് ഇപ്പോൾ റവന്യൂ കമ്മിയുടെ ഗ്രാൻഡ് ഈ വർഷം 4000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇത് 4ാമത്തെ വർഷമാണ് വെട്ടിക്കുറച്ചു. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് പറയുകയാണ്. 4ാമത്തെ വർഷം 4000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. കഴിഞ്ഞ കൊല്ലം 13000 കോടി കിട്ടിയതാണ്. സംഭവം എന്താ അറിയാം? ഫിനാൻസ് കമ്മീഷൻ ഇത് നിശ്ചയിക്കുന്നത്, റവന്യൂ കമ്മി ഗ്രാൻഡ് നിശ്ചയിക്കുന്നത് 5 കൊല്ലത്തേക്കാണ്. 53000 കോടിയാണ് ടോട്ടൽ. ആദ്യത്തെ 3 വർഷം കൂടുതലാണ്, പിന്നെ അത് കുറയും. മൊത്തം വരുമ്പോൾ 53000 കോടി കിട്ടും. അപ്പോൾ ആ 13000 കോടിയിൽ നിന്ന് 4000 കോടിയായപ്പോൾ മാറിയത് വെട്ടിക്കുറച്ചതല്ല. മൊത്തം 53000 കോടി രൂപ. അത് കേരളത്തിന് വളരെ വലിയ ഗ്രാൻഡാണ്. UDF കാലത്തൊക്കെ കിട്ടിയതിൻ്റെ ഇരട്ടിയാണ്. വലിയ തുകയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ രേഖകൾ കേരളം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമൻ. അത് ധനകാര്യമന്ത്രി പറഞ്ഞതിലൊരു കൺഫ്യൂഷനുണ്ട്. ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ കോമ്പൻസേഷൻ്റെ കാര്യമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതല്ല, ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ വയനാട് മീനങ്ങാടിയിലെ പൊതുപരിപാടിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. തത്സമയം. ഈ വീട് പൂർത്തീകരിക്കാൻ, ഈ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച വയനാട്ടിലെ എല്ലാ ജനങ്ങളോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. And I would very much like that the people of Wayanad help us with this project and help us give as many houses as possible to people who are struggling for shelter. വീടിന് വേണ്ടി അങ്ങേയറ്റത്തെ പോരാട്ടം നടത്തുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇനിയും വീട് നൽകാനുള്ള പ്രശ്നങ്ങളിൽ ഇനിയും വയനാട്ടിലെ ജനങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. And to the beneficiaries, I'd like to say, we know that you have struggled over the last few years. ഇതിന്റെ ഗുണഭോക്താക്കളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു വീടിന് വേണ്ടി നടത്തുന്ന യാതനാപൂർണമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്കറിയാം. And we also understand that giving you shelter is not going to solve your problems. നിങ്ങൾക്കൊരു വീട് കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. But we want you to know that we are very proud of you, of the dignity with which you have faced your difficulties. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന പരിശുദ്ധിയും അഭിമാനപൂർണമായ നിമിഷങ്ങളെയും ഞങ്ങളെല്ലാം വളരെ അഭിമാനത്തോടെ നോക്കി കാണുകയാണ്. And I would also like to say that in choosing our beneficiaries, we have not looked at political considerations at all. ഞങ്ങളെ ഗുണഭോക്താക്കളെ നോക്കുമ്പോൾ നമ്മളെല്ലാം എനിക്ക് പറയാൻ കഴിയും നിശ്ചയദാർഢ്യത്തോടെ, ഒരു രാഷ്ട്രീയമായ പരിഗണനയും നോക്കിയിട്ടല്ല ഈ വീടുകളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആർജവത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. For us, all the people of Wayanad are our family, and anybody who is in trouble, we would proudly help. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഓരോ ജനങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ പങ്കുചേരാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കാവുന്നതുമാണ്. Today I held the meeting which we hold periodically about development in the constituency, Disha meeting. ഇന്ന് ഞാൻ നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ദിശയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും മറ്റു പല മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയുണ്ടായി. And I also went to see the family of a young man who was killed by a tiger. നിങ്ങൾക്കറിയാം, കടുവയുടെ ആക്രമണമേറ്റ് മരിച്ചു വീണ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഞങ്ങൾ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്, മാനന്തവാടിയിലെ തോമസിന്റെ. And they told me that they felt that he might have been saved if there had been a proper medical facility here, medical college here. അവിടെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം എന്നോട് പറയുകയുണ്ടായി, ആ അപകടം നടന്ന സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ടുള്ള സ്ത്രീ പരിചരണം, ആരോഗ്യ പരിചരണം കിട്ടിയിരുന്നുവെങ്കിൽ
ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഒരു സങ്കടം അവർ എന്നോട് പറയുകയുണ്ടായി. We've written to the Chief Minister. We've raised this issue on multiple occasions. I raised it again at the meeting today. And it's sad that it is taking so long to develop a medical college in Wayanad. ഭാരത് ജോഡോ യാത്രയുമായി നടക്കുന്ന സമയത്താണ് ഈ വിവരം കേട്ടതെങ്കിലും വിവരം കേട്ട ഉടനെ തന്നെ ആ കുടുംബത്തെ രാഹുൽജി വിളിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് തന്നെ കേരള മുഖ്യമന്ത്രിക്ക് കുടുംബത്തിന്റെ സങ്കടം വെച്ചുകൊണ്ട് കത്തെഴുതുകയുണ്ടായി. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ബോർഡിൽ മാത്രം നിൽക്കുന്നതല്ല. ആ മെഡിക്കൽ കോളേജ് ആയിരുന്നുവെങ്കിൽ അവിടുത്തെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. For us, this is not a political issue, it is a humanitarian issue. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. And the Chief Minister should view it in that manner. മുഖ്യമന്ത്രി അങ്ങനെ ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. And he should expedite the building of a medical college in this constituency. അതുകൊണ്ട് അദ്ദേഹം ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വാഗ്ദാനം നൽകുന്ന കാര്യം യാഥാർത്ഥ്യമാക്കാൻ അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. I mentioned to you about the man-animal conflict, and again, hundreds of people are killed by animals in our constituency. നിങ്ങൾക്കറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളെടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ജീവൻ വെടിയേണ്ടി വന്നിരിക്കുന്നത്. And we have to ensure that this issue is resolved amicably for both human beings and animals. ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം സർക്കാരിനാണ്. മനുഷ്യജീവൻ അപകടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ മൃഗങ്ങളെയും മനുഷ്യരെയും ആ രീതിയിൽ കൊണ്ടുനടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കാര്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. You're all aware of the buffer zone issue. We are happy that the Supreme Court is taking cognizance and looking into the matter, but it's also important that this issue is resolved as soon as possible. ബഫർ സോൺ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാടിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഫർ സോൺ വിഷയം. ആശ്വാസകരമായ ഒരു കാര്യം, സുപ്രീം കോടതി അക്കാര്യത്തിൽ അനുകൂലമായ ഇടപെടലുകളുമായി വന്നിട്ടുണ്ടെന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അത് ആശ്വാസകരമാണ്. പക്ഷേ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു കാര്യമില്ല. അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സത്വരമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യവും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. I'm told that no properties are being bought and sold there, and I think it's important that we allow people to take advantage of their properties. ഞാൻ മനസ്സിലാക്കുന്നത് പലരും എന്നോട് പറയുകയുണ്ടായി, ആ പ്രദേശങ്ങളിൽ ബഫർസോണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഭൂമി കൈമാറ്റം പോലും നടക്കുന്നില്ല ഇപ്പോൾ എന്നുള്ള കാര്യം. ഈ കാര്യത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയുണ്ടായി. അവരുടെ ഭൂമിയുടെ അവകാശം അവർക്കുള്ളതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. Throughout the Bharat Jodo Yatra, I met farmers who were unhappy. ഭാരത് ജോഡോ യാത്രയിലുടനീളം ഞാൻ അസംതൃപ്തരായ ഒരുപാട് കൃഷിക്കാരെ കാണുകയുണ്ടായി. In fact, I can state here that I did not meet a single farmer who was happy. നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയും, ഞാൻ കണ്ട ഒരു കർഷകനും സന്തോഷവാനായിരുന്നില്ല. Not a single one told me that he's happy with his life, with his work, with what he gets for his labor. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാൾ പോലും പറഞ്ഞില്ല എനിക്ക് സന്തോഷമുണ്ട് എന്ന്. ഒരു കർഷകനും എന്നോട് പറഞ്ഞില്ല നടക്കുന്ന വേളയിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം. They complained about the insurance scheme, the Prime Minister's insurance scheme. They complained about the seeds. They complained about the lack of marketing. They complained about the farm laws. They asked me why billionaires can have their loans forgiven, but they can't. ഇവർ പല പല കാര്യങ്ങളും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് വിത്തുകളെ കുറിച്ച് അവർ സൂചിപ്പിക്കുകയുണ്ടായി. വിപണന സമ്പ്രദായത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ച് അവർ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ കാർഷിക മേഖലയിലെ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച്, അതിന്റെ മേഖലകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം അവർ ഒരുപാട് ധനാഢ്യന്മാർക്ക്, കോടിപതികൾക്ക് വായ്പകൾ എഴുതിത്തള്ളാൻ അവസരം കൊടുക്കുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് കൃഷിക്കാരന്റെ ലോണുകൾ എഴുതിത്തള്ളുന്നില്ല എന്നുള്ള കാര്യം അവർ എന്നോട് ചോദിക്കുകയുണ്ടായി. And I think it's very important that both the national government and the state government support our farmers and develop a strategy
for the productive class, for the farming class in India. നമുക്ക് പറയാനുള്ളത് രണ്ട് ഗവൺമെന്റുകളും, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. And when I say farmers, I also include the laborers who work on their farms. ഞാൻ കൃഷിക്കാരെന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് കൃഷിക്കാർ മാത്രമല്ല, കാർഷിക ഇടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കൂടിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. A few days ago, I gave a speech in Parliament about the relationship between our Prime Minister and Mr. Adani. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിലെ മുഖ്യമായ കാതിൽ നമ്മുടെ പ്രധാനമന്ത്രിയും മിസ്റ്റർ അഡാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. I spoke in the most polite, respectful tone. ഞാൻ വളരെ വിനയാന്യതനായി ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഓരോ വാക്കും സംസാരിച്ചത്. I did not use any bad language. ഞാൻ ഒരു മോശപ്പെട്ട ഭാഷയെ ഉപയോഗിച്ചിട്ടില്ല. I did not abuse anybody. ആരെയും ആക്ഷേപിച്ചിട്ടില്ല. I just raised certain facts. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിക്കാട്ടിയെന്ന് മാത്രം. I pointed out how Mr. Adani travelled with the Prime Minister to foreign countries, ഞാൻ ചോദിച്ചു, and then immediately after was rewarded by getting contracts in these countries. ഞാൻ എന്റെ ഒരു വിനയമായ സ്വരത്തിൽ ചോദിച്ചു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എങ്ങനെയാണ് അഡാനി യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത് മാത്രമല്ല, യാത്ര കഴിഞ്ഞ് പുറത്ത് വന്നാൽ ഉടനെ തന്നെ ആ പോയ രാജ്യത്തിലെ വ്യവസായ വാണിജ്യ രംഗവുമായിട്ട് അഡാനി എങ്ങനെയാണ് കരാർ ഒപ്പിടുന്നത് ആ ഗവൺമെന്റുമായിട്ട്? I showed how 30% of the airport traffic is today controlled by Mr. Adani simply because he has a relationship with the Prime Minister. ഞാൻ ചോദിച്ചു, നമ്മുടെ രാജ്യത്തെ 30% വിമാനത്താവളങ്ങളുടെയും പങ്കാളിത്തം അഡാനി വഹിക്കുന്നു. ഒരേ ഒരു കാരണം മാത്രം, അഡാനിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ആ വിമാനത്താവളങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. I spoke about how the rules were changed so that Mr. Adani could get these airports. നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ, ചട്ടങ്ങൾ എങ്ങനെയാണ് അഡാനിക്ക് വേണ്ടി ചെയ്തത്, അദ്ദേഹത്തിന് എയർപോർട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി വിമാനത്താവളം ചെയ്യുന്നത് എന്ന കാര്യം ഞാൻ ചോദിക്കുകയുണ്ടായി. Earlier, people who did not have experience in running airports were not allowed to participate. നേരത്തെയുള്ള വിമാനത്താവള സ്വകാര്യവൽക്കരണ കാര്യങ്ങൾ വന്നാൽ കൃത്യമായ ഒരു കണ്ടീഷൻ ഉണ്ടാവുമായിരുന്നു, ഒരു നിബന്ധന ഉണ്ടാവുമായിരുന്നു. വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് അനുഭവപരിചയമില്ലാത്ത ആരെയും അത്തരം കരാറുകളിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം. And the rules were changed to allow Mr. Adani to participate. അദാനി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ആ ചട്ടം ഭേദഗതി ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് പരിചയമില്ല എന്ന് ഈ രംഗത്ത്. The Niti Aayog, other institutions commented on this and said he should not be allowed, but he was still allowed. നീതി ആയോഗും അതുപോലുള്ള മറ്റു സ്ഥാപനങ്ങളും, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തു. A official in Sri Lanka stated in a meeting in Sri Lanka in a public hearing that the President of Sri Lanka told him that Mr. Modi had pressurized him to give a contract to Mr. Adani in Sri Lanka. ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗിക തലത്തിലേക്ക് ആൾ സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹം പരസ്യമായി പുറത്തു പറഞ്ഞു, ശ്രീലങ്കൻ പ്രസിഡന്റ് അദ്ദേഹത്തോട് പറയേണ്ടായെന്ന്, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെ ഒരു പ്രധാനപ്പെട്ട കോൺട്രാക്ടുകൾ മിസ്റ്റർ അഡാനി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ശുപാർശ ചെയ്തു എന്നുള്ള കാര്യം. Immediately after the Prime Minister went to Bangladesh, രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കുകയാണ്. ഇതിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത് രാപ്പകൽ സമരം ആരംഭിച്ചു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് ആരൊക്കെയാണ് പ്രധാനമായും സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ? ആരംഭിച്ചു കഴിഞ്ഞോ പരിപാടികൾ? വിവരങ്ങൾ.
ധന്യ, കോട്ടയത്തെ രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുന്നു. അല്പസമയം മുന്നേ തുടങ്ങി. ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ കോട്ടയത്തെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ UDFന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളുമുണ്ട്. എല്ലാ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുണ്ട്. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ PC തോമസ്, അങ്ങനെ വിവിധ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പലരും ഇതിനകം തന്നെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നാളെ രാവിലെ 10 മണി വരെയാണ് സമരം. തിരുവഞ്ചൂർ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ്, അതിൽ ഉണ്ടായിരിക്കുന്ന അധിക നികുതി ഭാരം ഒഴിവാക്കണം, അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF ഈ രാപ്പകൽ സമരം നടത്തുന്നത്. 2 ദിവസം മുൻപ് കർഷക സമ്മേളനം, കർഷകർക്ക് പിന്തുണയുമായി UDFന്റെ സംസ്ഥാനതല പരിപാടിയും നടന്ന തിരുനക്കര മൈതാനത്തിന് മുന്നിൽ തന്നെയാണ് ഇന്നിപ്പോൾ രാപ്പകൽ സമരവുമായി UDF എത്തിയിരിക്കുന്നത്. UDFന്റെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ അടക്കം ഏതാണ്ട് 100ഓളം പേരാണ് ഇപ്പോൾ ഈ വേദിയിൽ ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. വിവിധ നേതാക്കൾ ഇതിന് ശേഷവും സംസാരിക്കും. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാരിനുള്ള എതിരെയുള്ള ഗുരുതര ആരോപണങ്ങളുമായി ഇത്തരം വലിയ കൊള്ളയാണ് നികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി സർക്കാരിൽ നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സമരവുമായി UDF മുന്നോട്ട് പോകുന്നത്. നന്ദി ശ്രീജിത്ത്. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. MM ഹസൻ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലും മറ്റ് ജില്ലകളിലെല്ലാം കലക്ടറേറ്റിന് മുന്നിലുമാണ് സമരം നടക്കുക. അവരെല്ലാം കയറിലെക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുപോലെ ദുഃഖിപ്പിക്കുന്നതാണ് എന്നറിയില്ലേ? ഈ ഗവൺമെന്റ് ഇതൊന്നും ഒരു പ്രശ്നമേയില്ല. റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. റബ്ബർ കർഷകരുടെ അവസ്ഥ എന്താ? വെട്ടുകൂലി കൊടുക്കണമെങ്കിൽ സാധാരണത്തിന്റെ നമ്മുടെ ഭൂമിയുടെ തീരാധാരം കൂടെ കൊടുക്കണം. 50-50 ആണ്. വെട്ടുന്നതിന് പകുതി, ഇരിക്കുന്ന സ്ഥല ഉടമയ്ക്കും പകുതി, കൃഷി കർഷകനും പകുതി. പകുതിയല്ലേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാത്തിനും വില കൂടിയിരിക്കല്ലേ? വളത്തിന് വില കൂടുതലാണ്. കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. കൃഷി എടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഉൽപ്പന്നം എടുക്കുന്നതിന് വേണ്ടി നിവൃത്തിയില്ല. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥാവിശേഷമാണ്. നാളികേര കർഷകന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയേ വേണ്ട. നാളികേരത്തിന് 8 രൂപ വരെ വില വന്നിരുന്നതാണ് ഈ കേരളത്തിൽ. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ സാധാരണക്കാരരോട് പോലീസിന്റെ ക്രൂരത. മുഖ്യമന്ത്രി കടന്നു പോകുന്നതിനാൽ മരുന്ന് വാങ്ങാനെത്തിയ ആളിന്റെ കാർ പാർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല. ഇന്നലെ കാലടി മറ്റോ ജംഗ്ഷനിലായിരുന്നു സംഭവം. അസുഖമുള്ള കുഞ്ഞിന് മരുന്ന് വാങ്ങാനെത്തിയ അച്ഛനാണ് ദുരനുഭവം ഉണ്ടായത്. മരുന്ന് കട അടപ്പിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ പോയി ചേട്ടാ ഇങ്ങോട്ട് നോക്കണം. ഈ കൊച്ചിനെ തൊട്ട് നോക്കട്ടോ. അവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കടയിൽ കയറി സാധനം മേടിക്കും. ആ സാധനം മേടിക്കാൻ സമ്മതിച്ചില്ല. ആളെ ഇറങ്ങിപ്പോ പറഞ്ഞ് വണ്ടി മാറ്റിയാ പറഞ്ഞു. എന്താ അവര് ചെയ്യണേ? ഈ മരുന്ന് എന്തിനുള്ളായിരുന്നു? കൊച്ചിന് സുഖമില്ലാത്ത മരുന്ന്, പനിക്കും മറ്റേ ഫിക്സിന് വേണ്ടിയുള്ള മരുന്നാണ്. കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് എന്തും സംഭവിക്കാം. ഇത് ആര് സമാനം പറയും? ഏകദേശം എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ മരുന്നായിരിക്കും? ഒരു 3 വയസ്സ് താഴെ. അത് എപ്പോഴായിരുന്നു സംഭവം? എപ്പോഴായിരുന്നു ശരിക്കും? വൈകിട്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിന് മുമ്പ്. മുഖ്യമന്ത്രിയുടെ വാഹനമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കുറെ വാഹനങ്ങൾ മന്ത്രി പേര് കൂടി വെച്ച് പോകും. അതായിരുന്നു നമുക്ക് പറയാനില്ല. ആംബുലൻസ് ഉണ്ട്, അതിന്റെ കൂടെ കുറെ പോലീസ് വണ്ടികളുണ്ട്. ഈ ശരിക്കും ചേട്ടൻ മരുന്ന് മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നതാ? ഷോപ്പിലേക്ക് വരുന്നപ്പോ അവരെ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല. കാറിൽ നിന്ന് അവരെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. കൊച്ചിന് മരുന്ന് മേടിക്കാന്ന് പറയുമ്പോൾ എടുത്ത വഴി പുള്ളി പറഞ്ഞത് അതൊക്കെ എനിക്ക് മനസ്സിലായി. വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ്. വണ്ടി സാമാന്യ മര്യാദയ്ക്ക് ഇഷ്ടം പോലെ സ്ഥലം അവിടെ സൈഡിലുണ്ട്. നിങ്ങൾ വണ്ടി ഒതുക്കിയിടും, അതിന് മരുന്ന് മേടിക്കും. അതിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണ്ടേ? ഇവര് മറ്റേ മരുന്ന് ചേട്ടൻ മേടിച്ച് കൊണ്ടു കൊടുക്കുന്നതാണോ എന്നിട്ട് ആ വീഡിയോയിലുള്ളത്? അവരുടെ കയ്യിൽ മരുന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് 20ഓളം നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. എന്നാൽ
പന്നിയങ്കര, കുഴൽമന്ദം, പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. UDFന്റെ രാപ്പകൽ സമരം കൊല്ലത്ത് നടക്കുകയാണ്. ഷാനോസ് ചേരുന്നു. ഷാനോസ്, കൊല്ലത്ത് രാപ്പകൽ സമരം ഉദ്ഘാടനം കഴിഞ്ഞോ? വിവരങ്ങൾ. ധന്യ, രാപ്പകലിന്റെ സമരപരിപാടിയുടെ ഉദ്ഘാടനം ഏതാണ്ട് 5 മണിയോടുകൂടി ആണ് നടന്നത്. RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കളക്ടറേറ്റ് പടിക്കലുകളായിട്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് UDFന്റെ രാപ്പകൽ സമരം നടക്കുന്നത്. നാളെ രാവിലെ വരെയാണ് ഈ രാപ്പകൽ സമരം. ഇന്നലെ സെസ് അടക്കം കൂട്ടിയ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UDF ഇത്തരമൊരു സമര പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് അന്ന് മുതൽ കോൺഗ്രസ് വലിയ തോതിലുള്ള സമരത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് തൊട്ടു പിന്നാലെ കൊല്ലം കളക്ടറേറ്റിലേക്ക് കടന്നു കയറി സമരം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റ് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായ സമരമായിരുന്നത്. കൊല്ലത്ത് നേരിയ തോതിൽ സംഘർഷ സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും അന്ന് മുതൽ ബജറ്റ് പ്രഖ്യാപിച്ച 3-ാം തീയതി വൈകുന്നേരം മുതൽ ഇന്ന് വരെയും സമരരംഗത്ത് കോൺഗ്രസും പ്രത്യേകിച്ച് UDFും തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് UDFന് വലിയ തോതിലുള്ള രാപ്പകൽ സമരം. കാരണം ഈ പ്രഖ്യാപനം, സെസ് വർധനയടക്കമുള്ള പ്രഖ്യാപനത്തിൽ ജനങ്ങളെ അണിനിരത്തി ഉള്ള സമര പ്രഖ്യാപനം അന്ന് തന്നെ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നടന്നു വരുന്നതും. കൊല്ലത്ത് വലിയ തോതിലുള്ള ഒരാൾക്കൂട്ടം, അതായത് UDFന്റെ സാധാരണ പരിപാടികളെക്കാൾ വലിയ തോതിൽ ആളുകൾ കൂടുന്ന, പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ രാപ്പകൽ സമരത്തെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വമ്പിച്ച പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ, വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയ യാത്രയിൽ വലിയ തോതിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ UDFന് കഴിഞ്ഞിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് അന്ന് മുതൽ തന്നെ പല ഇന്ധന സെസ് അടക്കമുള്ള കാര്യങ്ങളിൽ പല പ്രഖ്യാപനങ്ങളിലും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷവും അന്ന് മുതൽ തന്നെ കോൺഗ്രസും സമരരംഗത്തുള്ളത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിൽ നിന്ന്, ഈ സമരത്തിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്, UDF നടത്തുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരമൊരു സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടന്നു വരികയാണ്. ഇപ്പോൾ കൊല്ലത്ത് RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. ധന്യ. നികുതി വർധനവിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് UDF. എല്ലാ ജില്ലകളിലും രാപ്പകൽ സമരം ഉദ്ഘാടനം നടക്കുന്നു. തിരുവനന്തപുരത്ത് പോലീസിന് ഓഡിയോ സന്ദേശം അയച്ച് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. വഴിത്തർക്കത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിജയകുമാരിയാണ് തൂങ്ങി മരിച്ചത്. BV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്?
ധന്യ, നേരത്തെ തന്നെ വഴിത്തർക്കമുണ്ടായിരുന്നതാണ്. ഉള്ളൂരിന് സമീപം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത വിജയകുമാരി നഴ്സറി ആയയാണ്. ഇവരുടെ കുടുംബത്തിന്റെ വസ്തു ഉൾപ്പെടെ നേരത്തെ ഈ ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തിരുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേസമയം ഇവർക്ക് വീട്ടിലേക്ക് പോകുന്നതിന് വഴി സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നില്ല. കൂടുതൽ സ്ഥലം ഇവർ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികളും പറയുന്നു. 2 ദിവസം മുമ്പായിരുന്നു ആത്മഹത്യ. മെഡിക്കൽ കോളേജ് പോലീസിന് വേണ്ടി ഇവർ മൊബൈൽ ഫോണിൽ എടുത്ത ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഈ വഴിത്തർക്കം മൂലമുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ എന്നാണ് ഇവർ പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരുകൂട്ടർക്കെതിരെ. അതായത് നേരത്തെ ഇവരുടെ ഭാഗത്ത് നിന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ അതിക്രമം ഉണ്ടായി എന്ന പരാതിയും ഉണ്ടായിരുന്നു. ഈ 2 പരാതികളിലും മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയ ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വിശദീകരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തന്നെ വിനോദ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. കോട്ടയത്തെ കൈക്കൂലിക്കാരായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒടുവിൽ കുരുക്ക്. ടിപ്പർ ലോറികളിൽ നിന്ന് മാസപ്പടിയായി 6 ലക്ഷത്തോളം രൂപ കൈക്കൂലി വാങ്ങിയ 3 ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടി ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ മാസം വിജിലൻസ് നടത്തിയ തന്ത്രപൂർവമായ നീക്കത്തിനൊടുവിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാജൻ, അജിത് ശിവൻ, അനിൽ MR എന്നിവരെ കുടുക്കിയത്. മാസപ്പടിയായി ഇവർ ഭാരവാഹനങ്ങളിൽ നിന്ന് പണം ഓൺലൈനായി വാങ്ങുകയായിരുന്നു. ഏജന്റായ KR രാജീവനെ ഇടനിലക്കാരനാക്കിയ തെളിവും പുറത്തുവന്നിരുന്നു. രാജീവ്, അവനെ ഞാൻ കേസ് ഇട്ടിട്ടുണ്ട് ഡ്രാഫ്റ്റിൽ. അവനൊരു 1000 രൂപ ഫൈൻ അടയ്ക്കാൻ വരാൻ പറ കേട്ടോ. ഞാൻ ഇന്നലത്തെ ഡേറ്റിലാണ് കേസ് ഇട്ടിരിക്കുന്നത്. ഒരു 1000 രൂപ അടച്ചുകൂടെ ക്ലോസ് ചെയ്യാൻ പറ. അവരെന്നെ വന്ന് കാണാൻ പറ. ഉച്ചയ്ക്ക് ശേഷം ഞാനുണ്ടാവും. 2 മണിയാകുമ്പോൾ എന്റെ അടുക്ക് വരാൻ പറ. 1000 രൂപ അടയ്ക്കാൻ പറ. 13 മാസത്തെ തെളിവുകൾ വിജിലൻസ് കണ്ടെത്തിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. ഒടുവിൽ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇവർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിജിലൻസ് SP VG വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു ഓഫീസിനെ ഒന്നാകെ സംഘടിത അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഉദ്യോഗസ്ഥരെ പിടികൂടിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.